26 വീട് മതിയാവും വാർഡിൽ? 26 വീട് ഏകദേശം അഡ്വക്കേറ്റ് ജനറൽ വേണുഗോപാൽ സാറിൻ്റെ ഭാര്യയുടെ ഓർമ്മയിൽ പണിത ഒരു സ്കൂളാണ്. ഡിസ്ട്രിക്ട് മേഖലയിലുള്ളവർക്ക് പഞ്ചായത്ത് തലത്തിൽ അർഹതപ്പെട്ടവർക്ക് ആടിന് വിതരണം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു 5 വർഷം മുമ്പൊക്കെ നല്ല രീതിയിൽ പോകുമായിരുന്നു. ഞാനൊരു ക്ഷീര കർഷകനായിരുന്നു. പൊതുവേ നമ്മുടെ നാട്ടിൽ യുവജനങ്ങൾ എണ്ണം കുറവാണ്. എന്നാൽ അത്ര മികവുള്ള പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. സാറപ്പോൾ നമസ്കാരം. നമസ്കാരം. ബളാൽ പഞ്ചായത്ത് വാർഡ് നമ്പർ 1 എടത്തോട് വാർഡ്. സാർ ജോസഫ് വർക്കി സാറാണ്. അതെ അതെ. സാറിൻ്റെ 1-ാം നമ്പർ വാർഡ്, ബളാൽ പഞ്ചായത്തിലെ 1-ാം നമ്പർ വാർഡ്, എന്തൊക്കെ വികസനങ്ങളാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സാറിന് ഈ ഒരു 5 വർഷം കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്? നമ്മുടെ റോഡ് മേഖലയിലും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളുടെ നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2.25 കോടിയോളം രൂപ ഈ മേഖലയിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട്. പിന്നെ എന്തൊക്കെ വികസനങ്ങൾ സാറിന് അവിടെ കൊണ്ടുവരാൻ സാധിക്കും? പിന്നെ കാർഷിക മേഖല, ക്ഷീരമേഖല, എല്ലാ മേഖലയിലും നല്ലൊരു വികസനം നമുക്കവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ മേഖലകൾ എടുത്ത് പറയാമോ സാറിന്? റോഡ് വികസനത്തിൽ എന്തൊക്കെ സാറിന് സാധിച്ചു? റോഡ് വികസനത്തിൽ ഒരു 5ഓളം റോഡ് ന്യൂട്ടാറിങ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 ലക്ഷം രൂപ ആ മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നീട് കുറുമാണത്ത് ഒരു കമ്മ്യൂണിറ്റി കാർഡ് പണിതിട്ടുണ്ട് 10 ലക്ഷം രൂപ ആകുമ്പോഴേക്ക്. അത് ഒറ്റപ്പെട്ട ഒരു മേഖലയാണ്, ST മേഖലയാണ്. ഒരു 12 കുടുംബങ്ങളെ അവിടെയുള്ളൂ. അവിടെ ഒരു കമ്മ്യൂണിറ്റി കാർഡ് പണിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഏകദേശം 26ഓളം വീട്, ലൈഫും PMEY ഉൾപ്പെടെ 26ഓളം വീട് ആ വാർഡ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 26 വീട് മതിയാവോ സാറിൻ്റെ വാർഡിൽ? 26 വീട് ഏകദേശം യോഗ്യർക്ക് കിട്ടി. ലൈഫിൽ 25 സെൻറ്റ് താഴെയാണല്ലോ മാനദണ്ഡം. കൂടാതെ PMEYയിൽ ഇപ്പം പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു. എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. കൂടാതെ ST പുനരുദ്ധാരണ ഫണ്ട് ഉപയോഗിച്ച് അവരുടെ ഒരു 24ഓളം വീടുകൾക്ക്. സാറിൻ്റെ വാർഡിൽ എത്രമാത്രം സാന്നിധ്യമുണ്ട് പട്ടികജാതി പട്ടിക വിഭാഗം ആളുകൾ? പട്ടികജാതി പട്ടികവർഗക്കാർ ഒരു നല്ല മേഖലയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സാർ? അവർക്ക് ഈ വീട് പുനരുദ്ധാരണത്തിന് 2 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു 24ഓളം വീടിന് ST ഫണ്ട് ഉപയോഗിച്ചിട്ട്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിൽ അവിടെ നമ്മുടെ വളരെ ഒരു സ്കൂളാണുള്ളത്, ഒരു UP സ്കൂളാണുള്ളത്. UP സ്കൂള് എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ അഡ്വക്കേറ്റ് വേണുഗോപാൽ സാറിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ വേണുഗോപാൽ സാറിൻ്റെ ഭാര്യയുടെ ഓർമ്മയിൽ പണിത ഒരു സ്കൂളാണ്. അവരുടെ സഹായമുണ്ട്. സ്കൂളിന് പിന്നെ പഞ്ചായത്തിൻ്റെ സഹായം കൊടുക്കുന്നുണ്ട്. ഈ വർഷം തന്നെ നമുക്കൊരു 6 ലക്ഷം രൂപ ഡ്രെയിനേജ് നിർമ്മാണത്തിനും സ്കൂളിൻ്റെ ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്നതിനും വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് ഈ പഞ്ചായത്തിലെ 5 സ്കൂളുകൾക്ക്, ഗവൺമെൻറ് സ്കൂളുകൾക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം എടത്തോട് സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തിയത്. ഏകദേശം 230ഓളം കുട്ടികൾ എടത്തോട് സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. സാർ, അതിൽ ആരോഗ്യ മേഖല എടുക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ നമുക്കൊരു കുടുംബക്ഷേമ ഉപകേന്ദ്രം അവിടെയുണ്ട്. അവിടെ സ്റ്റാഫുകളുണ്ട്. അവർ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാഴ്ചവെക്കും. എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ സാറിന്? എടുത്തു പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കുടുംബക്ഷേമ കേന്ദ്രത്തിന് കഴിഞ്ഞ വർഷം മെയിൻ്റനൻസ് ഫണ്ടായിട്ട് ഒരു 3 ലക്ഷം രൂപ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ മേഖലയിലും അവരുടെ ശ്രദ്ധ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവിടുത്തെ നേഴ്സായാലും മറ്റ് ആരോഗ്യ പ്രവർത്തകരായാലും ആശാവർക്കറായാലും നല്ല രീതിയിൽ പോകുന്നു. പരാതിയില്ലാതെ തന്നെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സർ, മൃഗസംരക്ഷണ വിഭാഗത്തിൽ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സാർ? നമ്മുടെ വാർഡിൽ ഒരു ICDP സബ് സെൻറ്റർ നിലവിലുണ്ട്. മൃഗസംരക്ഷണം പറയുമ്പോൾ ആൾക്കാർ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരവസ്ഥയായി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും പശു, ആടൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ചെയ്യും. ആട്, ST മേഖലയിൽ ആടുകൾ
മിസ്റ്റീം മേഖലയിലുള്ളവർക്ക് പഞ്ചായത്ത് തലത്തിൽ അർഹതപ്പെട്ടവർക്ക് ആടിനെ വിതരണം വിതരണം ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. പശു ക്ഷീര വ്യവസായം പശുവിനും കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, അതിൻ്റെ മുമ്പത്തെ വർഷം പശു. ബലാൽ എന്ന് പറയുന്നത് ക്ഷീര വ്യവസായവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു മേഖലയല്ലേ? അതെ, നേരത്തെ ഒരു 5 വർഷം മുമ്പൊക്കെ നല്ല രീതിയിൽ പോകുമായിരുന്നു. ഞാനൊരു ക്ഷീര കർഷകനായിരുന്നു. മെമ്പറായതിനു ശേഷം അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയല്ല ഇപ്പോഴുള്ളത്. കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോൾ അതൊരു നഷ്ടത്തിലേക്ക് ക്ഷീര വികസനത്തിന് സാധ്യതയില്ല. സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് തുടങ്ങിയാൽ 1-2 പശുക്കളെ വളർത്തിക്കൊണ്ട് വലിയ കാര്യമില്ല. ഫാം പോലെ വളർത്തുവാണെങ്കിൽ അതിനായിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാണെങ്കിൽ അത്തരം ഫാമുകളോ അല്ലെങ്കിൽ ആ ക്ഷീര വികസനത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ സാറിന്റെ മണ്ഡലത്തിൽ ചെയ്യാൻ? എൻ്റെ വാർഡില് ഫാമുകളില്ല. എൻ്റെ തൊട്ടടുത്ത വാർഡിൽ, നമ്മുടെ വാർഡിൽ ഒരു സൊസൈറ്റി ഉണ്ട്, ക്ഷീരോത്പാദക സംഘമുണ്ട്. അടുത്ത പഞ്ചായത്തിലെ പാല് അളക്കുന്നത് നമ്മുടെ വാർഡിലെ സൊസൈറ്റിയിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാർഡിലെ ക്ഷീരമേഖല നിലനിന്ന് പോകുന്നത്, സംഘം നിലനിന്ന് പോകുന്നത്. കുടിവെള്ള മേഖലയിൽ ഇപ്പോൾ ബലാല് എന്ന് പറയുന്ന പഞ്ചായത്തിനെ സംബന്ധിച്ച് കുടിവെള്ള മേഖല ഇപ്പോഴും പ്രകൃതിജന്യമായ സ്രോതസ്സുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ സാറിൻ്റെ വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? 2 ജലനിധി പദ്ധതികൾ നമ്മുടെ വാർഡിൽ നിലവിലുണ്ട്. ഏകദേശം ഒരു സ്ഥലത്ത് എത്രത്തോളം വീടുകളെ അത് കവർ ചെയ്യും? 50-60ഓളം വീടുകൾ ഒരു സ്ഥലത്തുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്ത് പള്ളത്തുമല എന്ന സ്ഥലത്ത് അവിടെയുണ്ട് ഒരു ജലനിധി പദ്ധതി. അവിടെയും ഏകദേശം 50ഓളം ഗുണഭോക്താക്കളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അതായത് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി 5 ലക്ഷം രൂപ ജലനിധിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സർ, മാലിന്യ സംസ്കരണം, ശുചിത്വം, ഈ മേഖലയിൽ സാറിൻ്റെ വാർഡിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജീവന് റിംഗ് കമ്പോസ്റ്റ്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് മറ്റ് പല രീതികളോട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് നിരോധനം. നമ്മുടെ വാർഡിൽ 2 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഉള്ളത്. എല്ലാ മാസവും സംസ്കരണം അവർ വീടുകൾ കയറി സംസ്കരിച്ച് അവരുടെ MCF-ലേക്ക്, പഞ്ചായത്തിൻ്റെ MCF-ലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ വാർഡിലൊരു മിനി MCF ഇപ്പോഴും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ സർ, യുവജനക്ഷേമം, ഈ സാംസ്കാരിക മേഖലയിലൊക്കെ സാറിൻ്റെ ശ്രദ്ധ എത്രമാത്രം പതിഞ്ഞിട്ടുണ്ട്? എന്തൊക്കെ അതിനകത്ത് ചെയ്ത? സാംസ്കാരിക മേഖല നമ്മുടെ സ്കൂളിൽ ഒരു നല്ലൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ കളിക്കാനായി യുവാക്കളും കുട്ടികളൊക്കെ വൈകുന്നേരങ്ങളിൽ ഫുട്ബോളും വോളികളുമുണ്ട്. ഒരു വായനശാലയുണ്ട്, നിലവിലൊരു വായനശാല, ഒരു ലൈബ്രറി നിലവിലുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ വാർഡിൽ. യുവജനക്ഷേമത്തിന് വേണ്ടി സാറിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? യുവജനക്ഷേമം ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ യുവജനങ്ങൾ എണ്ണം കുറവാണ്. അവിടെ തന്നെ ഒരു ക്ലബ്ബുണ്ട്, ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്. അവരെല്ലാ മാസവും എല്ലാ വർഷവും ഓണാഘോഷ പരിപാടികളും മറ്റും അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സപ്പോർട്ടോടു കൂടിയാണ് അവർ കാര്യങ്ങൾ. പഞ്ചായത്തിൻ്റെയാണ് സാറിൻ്റെ? അല്ല, അത് അവിടുത്തെ യുവജനങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. പിന്നെ നിലവിൽ 2 അംഗനവാടിയാണ് എൻ്റെ വാർഡിലുള്ളത്. പഞ്ചായത്തിലെ തന്നെ എടുത്ത് പറയുന്നത് ഒരു അംഗനവാടിയാണ് അടുത്തോട്, നമ്പർ 29 നമ്പർ അംഗനവാടി. ഏകദേശം ഇപ്പോൾ ഒരു 26ഓളം. എന്താണ് സാർ അങ്ങനെ എടുത്തു പറയാൻ? എന്താണ് അത്ര മികവുറ്റ പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. 26ഓളം കുട്ടികൾ നിലവിൽ അവിടെ ഇപ്പം പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കാലവർഷക്കെടുതിയിൽ അംഗനവാടികളെ ചുറ്റുമതിൽ ഇടുകയും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഒരു 8 ലക്ഷം രൂപ അതിലേക്ക് നീക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമതിൽ പണിത് തീർന്ന് എസ്റ്റിമേറ്റ് ഉള്ളതിനേക്കാളും കുറവ് എമൗണ്ട് പണിക്ക് വേണ്ടി വന്നുള്ളൂ. ബാക്കി മറ്റ് വിവിധ പണികൾ ഇപ്പോഴും അംഗനവാടികൾ നടക്കുന്നുണ്ട്, ബാക്കി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതികളൊക്കെ എത്രമാത്രം ഉപയോഗിക്കും? തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ അവിടെ 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ഭാഗത്തും നല്ല രീതിയിൽ ഏകദേശം ഒരു 120ഓളം തൊഴിലാളികളാണ് 1-ാം വാർഡിൽ ജോലി ചെയ്യുന്നത്. ഈ 4 തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവശ്യക്കാർക്കെല്ലാം തന്നെ അവർ പണി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറ്റമറ്റ രീതിയിൽ തന്നെ തൊഴിലുറപ്പ് മേഖല
നല്ല രീതിയിൽ കുറച്ചധികം വീട്ടമ്മമാർക്ക്, കുറച്ചധികം തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണത്. അതെ അതെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും അമ്മമാരാണ് കൂടുതലുള്ളത്. അതെ. പുരുഷന്മാരുടെ എണ്ണം കുറവാണ്. സാധാരണ സ്ത്രീകളാണ് കൂടുതൽ. സ്ത്രീകളാണ് തൊഴിലുറപ്പ് മേഖലയിൽ കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാറിന്റെ വാർഡിലും നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നല്ല രീതിയിൽ തന്നെ പോകുന്നു, കുറ്റമറ്റ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പരാതികളെല്ലാം കുറവാണ്. സാറിന്റെ വാർഡിനെ കുറിച്ച്, ഈ ഒരു 5 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ സാറിന്റെ വാർഡിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും സാറിന് എടുത്ത് പറയാനുണ്ട്? എടുത്തു പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ ഫണ്ടും നമ്മൾ അവിടെ വിനിയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാം ഉപയോഗിക്കാൻ നല്ല രീതിയിൽ തന്നെ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫണ്ട് എൻ്റെ വാർഡിലാണോ ഉപയോഗിച്ചതെന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. അതെല്ലാവരും പറയാറുണ്ട്. എല്ലാ മേഖലയിലും, റോഡ് മേഖലയിലായാലും മറ്റ് നമ്മുടെ ഘടക സ്ഥാപനങ്ങളുടെ മേഖലയിലായാലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, 2020 മുതൽ 2025 വരെയാണ് സാറിൻ്റെ ഒരു കാലാവധി. 2020 ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് കുറച്ച് പ്രശ്നമുള്ളത് ഈ ന്യൂട്ടാറിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. 2-3 റോഡ് ന്യൂട്ടാർ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് റീടാറിങ്ങിനും മെയിൻ്റനൻസ് ഫണ്ടൊക്കെ ഉള്ളതുകൊണ്ട് വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉണ്ട്. 1-2 റോഡിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ വർഷം അതിൻ്റെ ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പരാതിയുള്ള റോഡിന് ഫണ്ട് ഈ വർഷം വെച്ചിട്ടുണ്ട്. അതിന് ടെൻഡർ വെച്ചിട്ടുണ്ട്. ആ ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പണി, ഒരു കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പണി തീർക്കാനാണ് സാധിക്കുന്നത്. ബളാൽ പഞ്ചായത്തിൽ 1-ാം വാർഡ് പ്രതിനിധിയാണ്. ഏതാനും ദിവസങ്ങൾക്കകം ഒരു കാലാവധി പൂർത്തിയാക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും സമയം ഇവിടെ അനുവദിച്ചു തന്നതിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.